ഹലോ, ഇന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു നൊസ്റ്റാൾജിക് പാവ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ഇത് എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. സോ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു പേപ്പർ വേണം. ആ പേപ്പർ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പശ വെച്ചിട്ട് ആ ബാക്കിൽ നമുക്ക് മടക്കിയതിൻ്റെ ബാക്കി വരില്ലേ, അത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുടി കണ്ടുപിടിക്കണം. മുടിക്ക് വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തല ഏകദേശം ഒരളവ് വെച്ചിട്ട് നമുക്ക് കൈയിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കൊടുക്കാം. എവിടെയാണോ കൈ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ രണ്ട് സൈഡിലും നമുക്ക് ചെറിയൊരു ഹോള് പോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ഭാഗത്തും ചെറിയൊരു ഹോള് പോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ അടിഭാഗത്ത് നിന്ന് കാല് വേണമല്ലോ. അപ്പോൾ ഏകദേശം ഒരളവ് വെച്ച് അടിഭാഗത്ത് നിന്ന് കുറച്ച് പേപ്പർ മുറിച്ച് മാറ്റാം. എൻ്റെ പേപ്പർ വലുതായതുകൊണ്ടാണ്, നിങ്ങൾ കറക്റ്റാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് കാല് മുറിക്കാം. കാല് മുറിക്കാമല്ല, കാല് കട്ട് ചെയ്യാം. കാല് വേണ്ട അളവിൽ നോക്കിയിട്ട് കാലിൻ്റെ മോഡലിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച കഷ്ണം പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ചെറിയ പീസ് കഷ്ണം എടുത്തിട്ട് നമുക്കതിങ്ങനെ മടക്കി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു നീളത്തിലൊരു പേപ്പർ ഇട്ടും അതാണ് നമ്മൾ കൈയായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മടക്കി ഈ സാധനം നമുക്ക് കൈയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഹോളിൽ നിന്ന് സെക്കൻഡ് ഹോളിലേക്ക് ഇട്ട് വലിച്ചാൽ മതി കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ഹോളിൽ നിന്ന് സെക്കൻഡ് ഹോളിലേക്ക് ഇട്ട് വലിക്കും. നമുക്ക് ഇതേപോലെ കൈ കിട്ടും, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പാവയുടെ ഏകദേശം രൂപം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണും മൂക്കും വായു ഒക്കെ വരച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ പ്രൊഫഷണലായിട്ട് വരക്കുന്ന ആളൊന്നുമല്ല. സോ എനിക്ക് നിങ്ങളെ ഒരു പറ്റുന്ന പോലെ അങ്ങ് വരച്ചു കൊടുക്കാം. സോ ഞാൻ അവിടെ പിരികം വരച്ചിട്ടുണ്ട്, കണ്ണ് വരച്ചിട്ടുണ്ട്, മൂക്ക് വരച്ചിട്ടുണ്ട്, ചുണ്ടും കൂടി വരക്കുന്നുണ്ട്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയി. ഞാൻ പിന്നെ ഒരു ആർഭാടത്തിന് വളയും മാലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ മുടിയും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആർഭാട പരിപാടികൾ ഇത് കഴിഞ്ഞ് നമ്മുടെ പാവയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ആൻഡ് ഇതിന് കുപ്പായി ഇടുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.